ദീപം കിട്ടിയ കൊല്ലിഞ്ഞ് ദീപം. സകൃതകൃതാവായ നാട്ടുകാരെ ശ്രദ്ധിക്കുക, കലാപരിപാടികൾ തുടങ്ങാൻ ആരംഭിക്കാൻ. മുടി കണ്ണിക്കുത്തുന്ന വെറൈറ്റി ആണ്. സൗന്ദര്യം വഴിഞ്ഞൊഴുകുന്ന അമ്മപെങ്ങന്മാരെ, എന്റെ ആരാധകരെ, പൊന്നാട, ജണ്ട്, റീത്ത്, ഹാരം, നോട്ടുമാല, നാരങ്ങ എന്നിവയൊക്കെ നൽകി എന്നെ സ്നേഹം കൊണ്ട് വീർപ്പൂട്ടിക്കരുതേ എന്ന് ഞാൻ അപേക്ഷിക്കുകയാണ്. പിന്നെ ഇങ്ങനെയൊന്നും അല്ലടാ. റിയലി ഗുഡ്. ഞാൻ എന്റെ കരുത്ത് തെളിയിച്ചു. പെണ്ണ് കിട്ടായിട്ടൊരു മാനസികമായിട്ട് എന്തൊക്കെയോ പ്രശ്നമായി പോയി. മാസത്തില് എന്തെങ്കിലും പന്തികളുണ്ടോന്ന് ഒന്ന് നോക്കിക്കേ. ഇതായിരുന്നു എന്റെ അളിയൻ, എന്റെ പൊന്നളിയാ. കണ്ണിൽ എന്നോച്ച് കാത്തിരിക്കായിരുന്നു അളിയാ. അതല്ല പ്രശ്നം, ഈ മുണ്ടൊന്നും ശരിക്കും ഉടുക്കാൻ പറ്റില്ലല്ലോ കർത്താവേ. വൃത്തിയിട്ടവനെ കൊറേ നേരം ആയാലും ഉള്ളിലോട്ട് നോക്കി അസൂയം കാട്ടുന്നത്. ഈ ഡബിൾ മുണ്ട് കണ്ടുപിടിച്ചവന്റെ അമ്മയ്ക്ക് വിളിച്ചു. സപ്ലയർ ഇത്തിരി സാമ്പാർ താങ്ങി. നീ എന്തിനാ ഇപ്പൊ കയറിയിരുന്നത്? ഞങ്ങൾ സെക്കൻഡ് ആൾക്കാരാ, ഞങ്ങളാ ഫസ്റ്റ് ഇരിക്കേണ്ടത്. അപ്പൊ ആര് വിളമ്പും? ഇവനേതാ? എന്റെ പൊന്നു സാറേ, എനിക്കറിയാൻ പാടില്ല. ഇത്തിരി ചോർന്നാലേ ചീതം പറഞ്ഞത് ഇപ്പൊ കയറി വന്നിരുന്നതാണ്. ടൊമാറ്റോ പിക്കിളെത്തി. ടൊമാറ്റോ ഇത് നാരങ്ങയാ. അപ്പൊ ടൊമാറ്റോ നാരങ്ങയല്ലേ? എനിക്കൊരു ഉമ്മ തരുമോ? അപ്പുകുട്ടാ, നീ വന്നേ. ഓവറാക്ട് ചെയ്ത് ചളവാക്കാനാണ് പുല്ലേ. ഇപ്പഴേ പുറപ്പെട്ടാലേ ഉച്ചയോടങ്ങെത്തു. പെട്ടോട്ടശായിരുന്നു ഇതിൽ നല്ലത്. ആ വിട്ടോ. അതെ, വേഗം വിട്ടോ. തോറ്റ് തുന്നമാടി വന്നിരിക്കുന്നു നിന്റെ മോൻ. അവനെന്തെങ്കിലും തിന്നാൻ കൊടുക്ക്. എന്തെങ്കിലും പോരാ, സ്വപ്പ കനമായിട്ട് തന്നെ വേണം. കഴിക്കൂ, ജിലേബി ലഡു കഴിക്കൂ. ഇങ്ങനെ ഒരു കുരുപ്പിനെ ഞാൻ കണ്ടില്ലല്ലോ. ഇതിനെ നീ ഇപ്പൊ ഉണ്ടാക്കിയതാണോ?